കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടത് വാഷ് ചെയ്യണത്. നല്ല ഭയങ്കര സ്മെല്ലാണ് കേട്ടാ. അപ്പൊ അത് ഇതാണ് കേട്ടോ, ഇത് കുറച്ച് ഗരം മസാല, കുറച്ച് അത് നമുക്ക് പിന്നീടാം. വേവിച്ച് വെച്ചേക്കണ മട്ടന്റെ ഇത് ഇട്ട് കൊടുക്കാം. അയ്യോ ഇത് കളയാ പേടിച്ചു പോയി. അപ്പൊ അത് ഇതാണ് കേട്ടോ നമ്മുടെ ബോട്ടി ഫ്രൈ. ഞാൻ ഉരുളിയൊന്നും മാറ്റി അതിൽ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സംഭവം കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ കുക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ബോട്ടി, മട്ടൻ ബോട്ടി ഫ്രൈ ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. പക്ഷെ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഒന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ നോക്കി റെഫർ ചെയ്തിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട്. ഇപ്പൊ തന്നെ സമയം 11:30 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം ഞാനത് ഐസ് ഫ്രിഡ്ജിൽ വെച്ചേക്കണായിരുന്നു. ഐസ് പോകാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കണേ. പിന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം, അങ്ങനെ കുറെ പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് നോക്കാം. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് കാഴ്ചയിൽ ഒരു ഇഷ്ടം വരുമല്ലോ, വലിയ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളതല്ല, അങ്ങനത്തെ ഒരു വീഡിയോ വേണം നമുക്ക് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതിന്റെ കുറച്ച് റെസിപ്പിയും കാര്യങ്ങളും എഴുതാം. അന്നേരം നമുക്ക് വേഗം കുക്ക് ചെയ്യാൻ തുടങ്ങാം. സമയമുണ്ട്, ഞാൻ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. എനിക്ക് ചോറ് വെച്ചിട്ടുണ്ട്, അടിച്ചു വാരി തുടച്ച്, പിന്നെ തുണികളെല്ലാം ഉണക്കി, അങ്ങനെ എനിക്ക് ഇത് മാത്രമേ ചെയ്യാനുള്ളൂ. ഞാൻ എപ്പോഴും ഞാൻ വീഡിയോ ആദ്യം ചെയ്യും, വീഡിയോ കുക്കിംഗ് ആദ്യം ചെയ്തിട്ട് പിന്നെ തുടക്കലൊക്കെ അവിടെ ഇടും. അപ്പൊ എന്റെ സമയം ഒത്തിരി പോയിട്ട് ഞാൻ 2 മണിയെങ്കിലും ആവും എന്റെ പണി കഴിയുമ്പോ. പിന്നെ എന്നാ വലിയ പണികളൊന്നുമില്ല, ക്ലീനിങ് ഒന്നുമില്ല. ക്ലീനിങ് വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, കാരണം സമയം അവിടെ ഒരുപാട് പോവുകയാണല്ലോ. ഏതെങ്കിലും നോക്കിയെടുക്കാട്ടോ, യൂട്യൂബിൽ ഉണ്ടാവൂലോ. ഇതൊരു എന്താ പറയാ, ഒരു ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ ഇത് ഉണ്ടാക്കുമ്പോ, നമ്മളെയും സ്മെല്ലായിരിക്കും. അപ്പം എന്താ പറയാ, ആദ്യം നമുക്കിത് എഴുതിയെടുത്തിട്ട് നമുക്ക് നോക്കാം. ഇത് വേണ്ട, നമുക്ക് ഇതെടുക്കാം, നാടൻ ബോട്ടി വരട്ടിയത്, അതൊന്ന് നോക്കാം. അത് നമ്മുടെ അടുത്ത് കട്ട് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടത് മേടിച്ചേക്കുന്നത്. അപ്പൊ അപ്പൊ ഞാന് ഈ ഒരു വീഡിയോ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടേക്കണത്. അപ്പൊ ഞാൻ അതാണ് ചെയ്യാൻ വേണ്ടി പോണം, നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പം എന്തായാലും അതിന്റെ ഐസ് പോട്ടെ. സേതുവേട്ടൻ എന്താ പറയാ, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായി. നമുക്ക് അതെല്ലാം ഇതിലുണ്ടോ നോക്കാം, അത് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. കുരുമുളക് പൊടി ഉണ്ടായിട്ടുണ്ടായില്ല, അപ്പൊ അതുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തെങ്കിലും മറന്നോ? ഇല്ല. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി, ഇത്രയാണ് കേട്ടോ ഞാൻ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായത്. അതെല്ലാം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് വേഗം ഐസൊക്കെ പോയോന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് നോക്കാം. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, പിന്നെ എന്താ പറയാ, ഇതുവരെ ഞാനിത് ഉണ്ടാക്കിയിട്ടില്ല, ട്രൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്തിട്ടില്ല. കഴിച്ചിട്ടുണ്ട്, കാരണം ചെറുപ്പത്തിലെ
അച്ഛൻ മേടിച്ചിട്ടൊന്ന് കഴിച്ചിട്ടുണ്ട്, കുറെ നാളായിരുന്നു. അപ്പൊ ഇതാണ് സംഭവം, ഞാൻ കാണിച്ചു തരാതാ. കണ്ട, നല്ല ഭയങ്കര സ്മെല്ലാണ് കേട്ടാ. ഇത് ഉണ്ടാക്കണ ആൾക്ക് എന്തായാലും കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ഇരിക്കണെന്നുള്ളത്. ഓൾറെഡി ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാട്ടാ. അതെ, കണ്ട, ഇതുപോലെയാണ്. അതായത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ. നമുക്ക് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അപ്പം ഇത് എനിക്ക് മട്ടൺ ബോട്ടിയാണ്. അച്ഛൻ മാർക്കറ്റിൽ പോയപ്പോ എന്നോട് ചോദിച്ചു വേണോ എന്ന് വെച്ചിട്ടുണ്ടായി. അപ്പൊ ഞാൻ ആദ്യം വേണ്ടാന്ന് പറഞ്ഞ്, അത് ഇനി സേതുട്ടൻ പറഞ്ഞു അതിനെന്താ വേണോന്ന് പറയായിരുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തെന്നാ ഓക്കെ എന്നും പറഞ്ഞ് കുറച്ചാണ് അച്ഛനോട് പറഞ്ഞത്. പക്ഷെ അച്ഛൻ ഇത്രയും മേടിച്ചിട്ടുണ്ടായിരുന്നു. പണ്ടെന്ന് പറയുമ്പം ഇതാരും അങ്ങനെ എന്താ പറയാ ക്ലീൻ ചെയ്ത് തരൂലാണ്. ഇതുപോലെ കട്ട് ചെയ്ത് നമുക്കിങ്ങനെ തരും. നമ്മളത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മള് ക്ലീൻ ചെയ്തെടുക്കലാണ് പതിവ്. അപ്പൊ ഇത് നന്നായിട്ട് ഞാനൊരു ഏകദേശം ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാനിത് കഴുകൂട്ടാ. നമുക്ക് മണം വരാതിരിക്കാനായിട്ട് നമുക്ക് പൊടിക്കൈകളൊക്കെ ചേർക്കാം, വിനാഗിരിയൊക്കെ ഇടാം. ഭയങ്കര സ്മെല്ലിട്ട മാസ്ക് എടുത്തിട്ടുണ്ടെന്നോ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ല, ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കൂത്. എന്നിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യും. നമുക്ക് എല്ലാം ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഞാൻ ഒരുവിധം എല്ലാം ചെക്ക് ചെയ്ത് സമയം എടുത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ ജോലികളും ഞാനിവിടെ തീർത്ത് വെച്ചേക്കുന്നത്. കാരണം ഇത് ഞാൻ ഒരുപാട് സമയം എടുത്ത് നീറ്റായിട്ടേ ഞാൻ ഉണ്ടാക്കുള്ളൂ. ഇതിങ്ങനത്തെ ഒരു ടൈപ്പ് ബോട്ടിയുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നടുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് നോക്കണേണ് എന്തെങ്കിലും അഴുക്കുണ്ടോ എന്നുള്ളത്. അതാണ് ഇപ്പൊ ചെയ്യണത്. ഇതിലില്ല. ഞാൻ ഏതോ ഒരെണ്ണത്തിൽ കണ്ടായിരുന്നു. ഇത് കണ്ട, ഇതില് നന്നായിട്ടുണ്ട്. ഇതാ നോക്കിയേ, കണ്ട. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്താലാണ് നമുക്ക് കഴുകി നീറ്റാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അതാണ് ഞാൻ ആദ്യം ചെയ്യാൻ വേണ്ടി പോണത്. കാരണം നമ്മുടെ ഒരുപാട് സമയം പോകൂട്ടാ, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഇത് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നിങ്ങളെന്ന് കാണിച്ചു തന്നോന്ന് തോന്നി, അതാണ് ഞാൻ വന്നത്. ഇങ്ങനെ തന്നെയാണോ ഇത് നീറ്റാക്കേണ്ടത് ഒന്നും എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ ഏകദേശം നീറ്റാക്കണുണ്ട്. കണ്ടത് ഇങ്ങനത്തെയൊക്കെ കാണുന്നതെല്ലാം ഞാൻ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇടയിൽ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ നല്ലോണം പീച്ചി ഇങ്ങനെ അമ്മയ്ക്ക് കഴുകണം കേട്ടോ. ഇതിവിടെ വെക്കാം. നല്ല ഇതായിട്ട് കഴുകണം. കഴിക്കാൻ ഭയങ്കര എളുപ്പമാണെങ്കിലും കഴുകാനും ഉണ്ടാക്കാനും വളരെ പാടാണ്. ഏകദേശം ഞാനൊരു 8-9 പ്രാവശ്യം കഴുകി. ഇത് 10ാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ഞാൻ വാഷ് ചെയ്തെടുക്കണം. ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടത് വാഷ് ചെയ്യണത്. നന്നായിട്ട് ഇതാക്കിയെടുക്കുക. നല്ല അത്യാവശ്യം അത്യാവശ്യമല്ല, നന്നായിട്ട് നീറ്റായിട്ടുണ്ട്. അതേ നോക്കി കാണാൻ പറ്റണ്ട. അതേ കാണിച്ചേരാട്ടാ. ഇതാ തങ്കമോനും. അപ്പൊ അത് ഇതാണ് കേട്ടോ. ഇത് കണ്ട. അപ്പൊ നമുക്കിനി ഒന്ന് ചൂടാക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ക്യാമറ സെറ്റ് ചെയ്യട്ടെ കേട്ടാ. നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം.
ഓക്കെ, ഇത് തിളച്ച് വന്നു കഴിയുമ്പം നമുക്കിത് ഊറ്റിയെടുക്കാം. എല്ലാം നല്ല നീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് സമയം എടുത്തിട്ടാണ് ഞാനിത് നീറ്റാക്കി വെക്കണത്. പണ്ട് അച്ഛൻ ഇത് മേടിച്ചിട്ട് വരുമ്പോ നമുക്കത് ക്ലീൻ ചെയ്ത് തരൂല. ഇങ്ങനെ ഒരു കുടലായിരിക്കും. അപ്പൊ അമ്മ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈർക്കിൽ ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇങ്ങനെ ആയിട്ട് മറിച്ച് ഇങ്ങനെ അഴുക്ക് ഇങ്ങനെ കളയും. ഇതിന്റെ ഉള്ളിൽ ഒരു തുള്ളി അഴുക്കില്ല കേട്ടോ. പിന്നെ എപ്പോഴും ഒന്നും നമ്മൾ വാങ്ങാറില്ല. പിന്നെ അച്ഛൻ എപ്പോഴും മട്ടന്റെ മാത്രമേ മേടിക്കുള്ളൂ, അല്ലാതെ പശുവിന്റെ ഒന്നും അച്ഛന് ഇഷ്ടമല്ല കേട്ടാ. അപ്പം ഇതിപ്പോ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്ക് അച്ഛനും കൊണ്ടേ കൊടുക്കണോ, അത് അച്ഛന് വേണോന്ന് പറയുന്നുണ്ടായിരുന്നു. മഴക്കാറുണ്ടാന്ന് നോക്കിയതാ ഞാൻ. കുറച്ച് തുണി ഇട്ടിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് നന്നായിട്ട് കത്തി കഴുകാം. അപ്പൊ ഞാൻ കുറച്ച് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് ആ മണം ഒന്ന് പൊക്കോട്ടെ. പിന്നില്ലേ എന്താ പറയാ, പണ്ട് ഞങ്ങളുടെ ആ ഭാഗത്ത് ക്രിസ്ത്യൻസിന്റെ കല്യാണം വരും. കല്യാണം വരുമ്പോഴത്തേക്കും തലേ ദിവസം അവരിങ്ങനെ വെക്കണത് പച്ചക്കായയും ബോട്ടിയും, മട്ടന്റെ അല്ല പശുവിന്റെ ഇരിക്കും. അതും ഇങ്ങനെ പച്ചക്കായൊക്കെ ഇട്ടിട്ട് ഒയ്യോ എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ. ഭയങ്കര ടേസ്റ്റ്. അത് കഴിക്കാനായിട്ട് ഞാൻ പോകും. ചില ആളുകൾക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. ഇപ്പൊ ഇല്ല കേട്ടോ. ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ കല്യാണത്തിന്റെ തലേ ദിവസം അതും ബോട്ടിയും മോരുചാറും ക്യാബേജും അച്ചാറും അത്രേ ഉണ്ടാവുള്ളായിരുന്നു കേട്ടാ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അത് ഇല്ലെന്നാ എനിക്ക് തോന്നണേ. നല്ല ടേസ്റ്റ്. ഒരു ദിവസം ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിടക്ക് അങ്ങനെ ഒരു പരിപാടി വന്ന്, എന്റെ ഫ്രണ്ടിന്റെ ചേട്ടന്റെ കല്യാണം വന്നിട്ട് സേതുവേട്ടൻ അന്ന് ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനത്തെ ഇങ്ങനെ വന്ന് കല്യാണത്തിന് തലേ ദിവസം ഈ ബോട്ടിക്കറിയൊക്കെ കഴിക്കണത്. സേതുവേട്ടന് ഭയങ്കര ഇഷ്ടമായി തന്നെ, ഭയങ്കര ഇഷ്ടമായി. അടിപൊളി എന്ന് പറഞ്ഞു. നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. അതെങ്ങനെ ഭയങ്കര, അവരാണെങ്കിൽ നമുക്ക് ചോറ് തരും വിളമ്പുമ്പത്തേക്കും ചോറിനേക്കാളും കൂടുതൽ ചോറിന്റെ മുകളില് ഈ കറിയായിരിക്കും അവര് ഒഴിച്ചു തരികയാണ്. അത്രയും തരും. പച്ചക്കായും ബോട്ടിയും കൂടെ നല്ല ടേസ്റ്റാ. ഇപ്പൊ കർക്കിടകമൊക്കെ വരാൻ വേണ്ടി പോണേല്ലേ, അപ്പൊ നമ്മൾ മട്ടന്റെ സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കില്ലേ, കുടിക്കില്ലേ? എന്റെ വീട്ടില് കർക്കിടകമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ മട്ടന്റെ ഇതൊക്കെ മേടിച്ചിട്ട് വരും. എല്ല്, കഴുത്ത്, അങ്ങനെ കാല് സൂപ്പ് ഉണ്ടാക്കും. കർക്കിടകത്തില് കഞ്ഞിയും ഉണ്ടാക്കും, നമ്മുടെ മരുന്നഞ്ഞി ഉണ്ടാക്കും, ഉലുവക്കഞ്ഞി ഉണ്ടാക്കും, സൂപ്പും ഉണ്ടാക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. അത് തിളച്ചിട്ടുണ്ട്. നമുക്കിനി മാറ്റാം. ഇനി നമുക്കിത് കുക്കറിലിട്ട് വേവിക്കാൻ വേണം കേട്ടാ. നമുക്കത് കാണുമ്പോ ഒരുപാടുള്ള പോലെ തോന്നും, പക്ഷെ ഉണ്ടാക്കി കഴിയുമ്പോ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടാ. ഇതിപ്പോ ഞാൻ ഇതിൽ പച്ചക്കായയും അല്ലെങ്കിൽ വേറെ ഒരു സാധനവും ഞാൻ ആഡ് ചെയ്യണില്ല കേട്ടാ. ഇനി കുക്കർ അടിച്ചു കഴിയുമ്പോഴായിരിക്കും വീട് മൊത്തം മണാവണത്. അപ്പൊ നമുക്കിത് വാരി സെറ്റാക്കട്ടെ കേട്ടാ. കാണിച്ചുതരാം, അടുത്ത് കാണിച്ചുതരാം. ഇത് കണ്ട. ഇപ്പൊ ഇത് ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ഞാന് കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചിയും കുരുമുളകും ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് മാത്രം വേവിക്കാൻ പോവാണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ നേരത്തെ കുറച്ചും കൂടെ റെഡിയാക്കി വെക്കാം. ഈ ഇഞ്ചി എന്താ കേട് വന്നോലെ ഇരിക്കണം. നമ്മൾ ഇതിട്ടിട്ട് വേവിക്കാൻ പോവാണ് ട്ടാ. അയ്യോ എന്താവോ എന്തോ. ആദ്യമായിട്ട് നമ്മൾ എന്ത് ട്രൈ ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അത്യാവശ്യം കുരുമുളക് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. കൈ വെച്ചൊന്ന് മിക്സ്. നല്ല ചൂടുണ്ട് കേട്ടോ. ഓ,
കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു വിസില് നല്ലോണം ഇരിക്കട്ടെ. ബാക്കി ഒരു 4 വിസിലോളം നമുക്ക് സിമ്മിലിട്ടിട്ട് അടിക്കാം. അപ്പോഴത്തേക്ക് ഞാന് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് ഒക്കെ സെറ്റാക്കി വെക്കട്ടെ കേട്ടാ. നമുക്കിത് ഫ്രിഡ്ജിൽ കുറച്ച് വെക്കാം, കുറച്ച് ഇപ്പൊ നമുക്ക് എടുക്കാം. ഇത് നോക്കിയേ, ഞാൻ ഈ പേപ്പിയില് ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോ അതേ ഒരാളെ നോക്കിയേ, സൂം ആവണില്ലല്ലേ? ഇതേ കണ്ട, പുഴുവാണാന്നാവോ, എനിക്ക് പേടിയാവുള്ളത്. വീർത്തിരിക്കുന്നത് കണ്ട. അയ്യോ, ഇത് കളയാ പേടിച്ചു പോയി ഞാൻ. മുടിയൊക്കെ എനിക്ക് മര്യാദക്ക് കെട്ടിയിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചൂട് എനിക്ക് പറ്റില്ല കേട്ടോ. മുടി അയച്ചിട്ടിട്ട് ഒരുപാട് ജോലി ചെയ്യാനില്ലേ, അതുകൊണ്ടാണ് മുടി ഇങ്ങനെ കെട്ടണത്. സോയാബീൻ ഇന്ന് വെച്ചു, ഞാൻ ഇതുണ്ടാക്കി കൊടുത്തോട്ടോ. നോക്കിയ കണ്ട, കുക്കർ തുറന്ന് നല്ല മണം വന്നിട്ടോ. കുക്ക് ചെയ്തെടുക്കാം. കണ്ട, ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ബാക്കി എല്ലാം കുഞ്ഞുള്ളിയാണ് അരിഞ്ഞേക്കണത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സോയാബീൻ. അച്ഛൻ്റെ കപ്പലിൻ്റെ ഇട്ടായി തന്നിട്ടുണ്ട്. ഇപ്പൊ കഴിക്കാൻ വിശപ്പ്, ചോറ് തിന്നാറായി. ഇപ്പൊ ഇവിടെ ഇരിക്കട്ടെ. ഭയങ്കര ടെൻഷനുണ്ട്, ശരിയാകോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, നോക്കാം. പിന്നെ സ്മെല്ല് കുക്കർ വന്നപ്പോഴത്തേക്കും മൊത്തമായിട്ടുണ്ട് കേട്ടോ. നമുക്കത് വിനീഗറൊക്കെ ഒഴിച്ച് കഴുകി, എനിക്കറിയില്ല. അപ്പൊ ഇതേ നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. കൊറേ ഇതിട്ട് കൊടുക്കുക, കറിവേപ്പില. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ വേഗാവൂല. വഴണ്ടി വന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം കേട്ടാ. അയ്യോ എന്താവോ, ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി, പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി, കളറൊക്കെ വരട്ടെ. ഇതിൽ എരിവ് വേണം കേട്ടാ. ബൂട്ടിക്കറിക്ക് എരിവില്ലെങ്കിൽ പിന്നെ എന്ത്. കുറച്ച് ഇത് കുരുമുളക്, മല്ലിപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇത്തിരി ഇരിക്കട്ടെ. പിന്നെ നമുക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കണത് കുറച്ച് ഗരം മസാല, കുറച്ച്, അത് നമുക്ക് പിന്നിടാം. നന്നായിട്ട് വഴറ്റാം. നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചേക്കണ മട്ടൻ്റെ ഇത് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം വേണമായിരുന്നു കേട്ടോ, എനിക്ക് അറിയില്ലായിരുന്നു. ഒരു ഇത്തിരിയും കൂടെ വെള്ളം ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. മിക്സ് ചെയ്യാം.
ഒന്ന് മണം പോയി കിട്ടിയാൽ മതിയായിരുന്നു. എന്താ പിന്നെ തുമ്മല അതിന്റെ അപ്പുറം. ഇതൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടാ. 1 മണിയായി. 11:15 ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഇത്തിരി കുറച്ച്. സമയം 1 മണിട്ട. അത്ര സമയം പിടിച്ച് അധികം ഇത് കഴുകിയെടുക്കാനായിരുന്നു എന്റെ പൊന്നെ. അപ്പൊ ഞാൻ ആലോചിക്കും ഇത് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ട് ഇത്രയും നേരം. അപ്പൊ ക്ലീൻ ചെയ്യാതെ നമ്മളിത് വാങ്ങി ക്ലീൻ ചെയ്ത്, എന്റെ പൊന്നെ എന്റെ അമ്മ പണ്ട് ഭയങ്കര സങ്കടത്തിൽ അച്ഛൻ കുടല് കൊണ്ടുവരുമ്പോ അച്ഛൻ അരിഞ്ഞു കൊടുക്കും, പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. നല്ല പണി നമ്മുടെ അന്നത്തെ ദിവസം പാവം കേട്ടോ. ഇപ്പോഴത് മനസ്സിലാവുന്നത്. നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് പിന്നെ ഇത് വേവട്ടെ. എനിക്ക് പേടിയാണ്. ഉപ്പ് നോക്കാൻ പല. നല്ല എരിവുണ്ട്. എരിവ് വേണം ഇതിന്. ചെറുത കൂട്ടോ. കൂട്ടിയില്ലെങ്കിൽ വേറെ ഒന്നും ഇല്ല കറി. അപ്പൊ എന്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടാ. വേഗം ഹറിബറിന്ന് കഴിഞ്ഞു. ഇനി സേതുടം വന്നാ മതി. ഭയങ്കര ഇതായിട്ട് എനിക്ക് വയ്യാണ്ടായി. ഞാന് ഇനി വാങ്ങി വെക്കുമോന്ന് എനിക്കറിയില്ല. പൗഡർ ഇട്ടില്ല. എനിക്ക് പൗഡർ വേണോട്ടാ. വേറെ ഞാനൊന്നും ഉപയോഗിക്കില്ല. കോമ്പാക്റ്റ് ഒന്നും. ഇതാണ് എനിക്കിഷ്ടം. കുറച്ച് ലേശം. ഞാൻ കുളിക്കാൻ കയറിയപ്പോഴാണ് പെട്ടെന്ന് തന്നെ മഴക്കാറ്. അപ്പൊ ഞാൻ വിചാരിച്ച് ഞാൻ 2 പുതപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. എന്നെ കാണാൻ പറ്റുമോ നോക്കട്ടെ. അപ്പൊ ഞാന് ഉണങ്ങിയ ചില തുണികളുണ്ടായി, അത് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പുതപ്പ് കൊണ്ടിട്ട് പിന്നെ കുളിക്കാൻ കയറിയപ്പോ ടെൻഷനായിരുന്നു, നനയോ. കാറ്റ് വീശുന്നുണ്ട്. ഞാനേ ഈ ഡ്രസ് ഇട്ടതേ ഇങ്ങോട്ടായിരിക്കോ കൊറിയർ. എനിക്ക് ലച്ചുവിനെയും കൂടി വിളിക്കാൻ പോണേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന ഈ സമയമൊക്കെ ഒരുങ്ങി. നേരത്തെ കുളിക്കണെങ്കിൽ ഞാൻ പയ്യെ റെഡി ആവുള്ളത്. ഇപ്പൊ ഇനി വേറെ ഡ്രസ്സ് ഇടണ്ടേ. അപ്പൊ ഞാൻ ഏകദേശം 2 മണി ആവാറായി. അപ്പൊ ഞാൻ വിചാരിച്ച് എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഒരുങ്ങും. പിന്നെ ലച്ചുവിനെ വിളിക്കാൻ പോണം. പിന്നെ എനിക്ക് വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് പോണം. ചെയ്തുണ്ട് വണ്ടിയുടെ ഹോണടി വെക്കാം. പിന്നെ അതേ കുറച്ച് തുണികൾ മടക്കാനുണ്ട്, അലക്കാനിടാനുണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടാ. വെയില് വന്ന് ചെയ്തല്ലേ. അത് ഭയങ്കര ലൈറ്റ് ആയിരിക്കും ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇനി തുണികൾ കുറച്ച് മടക്കണം. അങ്ങനെ മടക്കി വെച്ചാലേ പണി തീർന്നു. ഞാൻ ആദ്യം വിചാരിച്ച് എന്താണ് ഇത് ലച്ചു വരുമ്പോ കുളിക്കാനും ഇടാനുള്ളതൊക്കെയാണ് കേട്ടാ. ചേട്ടന്റെ ബനിയൻ അലക്കാനുള്ളതാ. ഞാൻ വേഗം, എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. എന്താ വെച്ചാൽ കൂട്ടിക്കറി അച്ഛനും കൊടുക്കണം. സേതുവേട്ടൻ എനിക്കറിയില്ല, കുറച്ച് റബ്ബറി ആയോ എന്നൊരു സംശയമുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് എനിക്കറിയില്ലല്ലോ, ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ ഞാൻ ഉണ്ടാക്കണം. അപ്പൊ അതിന്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അറിയില്ല ഞാൻ എന്താവും എന്നുള്ളത്.
അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ബോട്ടി ഫ്രൈ. ഞാൻ ഉരുളിയൊന്നും മാറ്റി അതിൽ ഫ്രൈ ആവണുണ്ടായില്ല. അപ്പൊ ഞാൻ നോൺ സ്റ്റിക്കിൽ ഫ്രൈ ആക്കി എടുത്തു. ഇനി അച്ഛനെ കുറച്ച് മാറ്റി വെച്ചിട്ട് അച്ഛനുണ്ടെ കൊടുക്കണം. അച്ഛന് വരാൻ നേരമില്ല, അല്ലെങ്കിൽ വന്നാനായിരുന്നു. അപ്പം ഇത്രയും മതിയാവും. കുറച്ച് മതി എന്നാട്ടോ പറഞ്ഞേക്കണേ, എന്നാലും വെച്ചേക്കാം. പത്തിലിട്ട് മൂടി വെക്കാം. ചോറ് വിളമ്പാട്ടാ. 2:15 ചെയ്തിട്ടും വന്നപ്പോ ലേറ്റായി. എനിക്ക് ഇപ്പൊ തന്നെ ലച്ചുവിനെ വിളിക്കാൻ പോകണം. 3 മണിയാകുമ്പോ ഞാൻ ഇറങ്ങും. അപ്പൊ ഞാൻ ലച്ചുവിന് വരുമ്പോ കഴിക്കാനായിട്ട് സ്വീറ്റ് കോൺ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെയ്തിട്ട് നല്ലതാണെന്ന് ചോദിച്ചോണ്ടിരിക്കണേ. നല്ലതാ. എനിക്കറിയില്ല, ഫസ്റ്റ് ടൈം വെക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ വരും, അത് ഉറപ്പാണ്. പിന്നെ അച്ഛന് കൊടുക്കണ്ടേ? ചെയ്തിട്ട കൊണ്ടേ കൊടുക്കോ? പാവത് വാങ്ങിച്ചു തന്നല്ലേ, വൈകുന്നേരം വരുമ്പോ അതിന് കഴിക്കാം. അല്ല നമുക്ക് TV ആണ്. എനിക്ക് വിശക്കണില്ല. ഞാൻ ഇത്തിരി സോയാബീൻ ഉണ്ടായിരുന്നു, അത് തിന്നപ്പോ എനിക്ക് വിശപ്പ് പോയി. പിന്നെ ഇത്തിരി പായസം ഉണ്ടായിരുന്നു. പായസം ഇത്തിരി ഇരിപ്പുണ്ട്, ഞാൻ ലച്ചു വരുമ്പോഴത്തേക്കും തരാം. കുളം പോലെ മോരിയറി വെച്ചിട്ടുണ്ട്. എന്റെ അമ്മ എപ്പോഴും പറയൂട്ടെ, ഈ കൊടലൊക്കെ വെച്ച് കഴിയുമ്പോ ഉണ്ടാക്കണ ആൾക്ക് കഴിക്കാൻ പറ്റില്ല. അത് വാസ്തവാണ് കേട്ടാ. കുറച്ച് കഴിയുമ്പോ നമുക്ക് കഴിക്കാൻ പറ്റുമായിരിക്കും. എനിക്കും ഇപ്പൊ അങ്ങോട്ട് തോന്നുന്നില്ല. കുറച്ചെടുക്കാം. ഇവിടെ പോയി ഇച്ചിരി ഓവർ കുക്കായോ എന്നൊരു സംശയം. അച്ചാറെടുക്കാം. അച്ഛന് കൊണ്ടേ കൊടുക്കണ ചെയ്തോട്ടെ കൊണ്ടേ കൊടുത്തോളൂ കേട്ടാ. അല്ലെങ്കിൽ എനിക്ക് നേരം ഉണ്ടോ? ഞാൻ പോയാ പിന്നെ വീട്ടിൽ കയറിയാ പിന്നെ വരൂല. അവിടെ കുഞ്ഞുമാവേനെ അമ്മേനെയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ പഠിത്തം നടക്കൂല ലച്ചുവിന്റെ. അയ്യോ, ഫസ്റ്റ് തന്നെ എന്റെ ചോറ എടുത്തിട്ട് വന്നു. നല്ലാണോ? കുറച്ച് റബ്ബറി ആയ അച്ഛനെ കഴിക്കാൻ പറ്റുമോ? എന്താന്നറിയോ, എനിക്ക് ടെൻഷനായിരുന്നു ബേബു. അപ്പൊ ഞാൻ ആണോ ഈ ചോറ് എടുത്തു വെക്കാനും പറ്റില്ല. മനസ്സിലായി, എടുത്തു വെക്കാനും കൊള്ളൂല. അയ്യോ ചെയ്തേ അയ്യേ എന്നാ കാണും. എന്ത് ചോറാ? പെട്ടെന്ന് തന്നെ വാർക്കുന്നുണ്ട്. കഴിക്കട്ടെ, കാണാൻ പറ്റുന്നുണ്ട്. എന്നെ നോക്കട്ടെ ഏട്ടാ. ഞാൻ സിമ്പിളായിട്ട് TV ഉണ്ട്. ഇനി 1.5 മണിക്കൂറില്ല എനിക്ക് പോവാനായിട്ട്. എങ്ങനെയുണ്ട് ചേട്ടാ? ഒന്നും പറഞ്ഞില്ലല്ലോ. ഇഷ്ടപ്പെട്ടാ? ഹാർഡായ കുറച്ച് ഇതാവണതാണോ? സോഫ്റ്റ് ആയാനല്ലേ? ആദ്യമായിട്ട് വെക്കണല്ലേ? ഇനി എനിക്കറിയാം, എനിക്ക് പേടിയായിരുന്നു വെന്തില്ല അങ്ങനത്തെ ടെൻഷൻ വന്നാലേ. അമ്മ ഉണ്ടാക്കി തന്നല്ല, ഇതുവരെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങൾ TV എന്തെങ്കിലും കാണട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിസ്സാരമായിട്ടാക്കി വരാം. ബൈ.